friends, namaskaram. Welcome back to my channel, Sree's Cooking World. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ Neopolitan Cake റെസിപ്പി ആയിട്ടാണ്. Neopolitan Cake എന്ന് പറഞ്ഞാൽ തന്നെ ചോക്ലേറ്റ്, വാനില ആൻഡ് സ്ട്രോബെറി മൂന്ന് ഫ്ലേവറിൽ വരുന്ന കേക്കാണ് Neopolitan Cake. അപ്പോൾ ഇത് ഞങ്ങൾ കട്ട് ചെയ്തു. നിങ്ങൾക്ക് ബലൂണൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എൻ്റെ മോനും ഇന്ന് എൻ്റെ കൂടെ ഇരിപ്പുണ്ടൂടെ. മോനെ ഒരു ഹായ് പറയാമല്ലോ. ഹായ്. അപ്പം ഞങ്ങളിത് കട്ട് ചെയ്തു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അകത്തൊക്കെ ഇങ്ങനെ ജ്യൂസി പോലെ വായിലിട്ടലെല്ലാം അലിഞ്ഞു പോകുന്നു എന്നൊക്കെ പറയുന്ന പോലെയുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ മൂന്ന് ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ കേക്കിന്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ കേക്ക് മാത്രമല്ല, ഞാനിവിടെ ഒരു ചോക്ലേറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കേക്കിൻ്റെ മാത്രം റെസിപ്പി ഉള്ളൂ. ഇത് മറ്റൊരു അവസരത്തിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഇടാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും. അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടെ ആക്കി വയ്ക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ഞാനൊരു പീസ് എടുത്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളത് കാണിക്കാനായിട്ട്. ഇതിപ്പോൾ ഞങ്ങൾ ആദ്യമേ തന്നെ കഴിച്ചതാണ്. ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. പിന്നെ നിങ്ങളിത് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ എനിക്ക് ഫോട്ടോ അയച്ചു തരണം. ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ഫോട്ടോ അയച്ചു തരണം. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനുള്ള വീഡിയോ ഞാൻ കാണിക്കാം. ഞാൻ 2 ടയർ കേക്ക് ചെയ്യണോണ്ട് തന്നെ 2 കേക്ക് ടിൻ ഇവിടെ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നും 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കേക്ക് ടിന്നിൻ്റെ സൈഡ്സിലും കൂടി ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു ഫ്ലേവറിലുള്ള കേക്ക് ബേക്ക് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, അടുത്ത ഫ്ലേവറിലുള്ള കേക്ക് ബാറ്റർ സെയിം കേക്ക് ടിന്നിൽ തന്നെ ഒഴിച്ചാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് കേക്ക് ടിന്ന് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബട്ടർ പേപ്പർ മാറ്റി അടുത്ത ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ ഒന്ന് ലെവൽ ചെയ്തിട്ട് 3 കപ്പ് മൈദയാണ്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്ത് അളന്ന് വെച്ചിരിക്കുന്ന 3 കപ്പ് മൈദ, 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് സോഡ സ്പൂണ് കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൊത്തം മൈദയും ചേർത്ത് നമുക്ക് അരിച്ചെടുക്കണം. ഇപ്പം ഞാനൊരു 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുത്ത് അതിലേക്ക് 12 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യണത് 3 കിലോ വരുന്ന കേക്കാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 12 എഗ്ഗ് എടുത്തേക്കുന്നത്. എല്ലാവരും ഇത്രയും വലിയ കേക്ക് ചെയ്യണം എന്നില്ല. അതുകൊണ്ട് 1 കിലോ കേക്ക് ചെയ്യാനുള്ള മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നമ്മൾ ഏത് കേക്ക് ചെയ്യാനാണെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് എഗ്ഗ് ബീറ്റ് ചെയ്യരുത്. ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ച് എഗ്ഗിൻ്റെ തണുപ്പൊക്കെ മാറി റൂം ടെമ്പറേച്ചറിലായ എഗ്ഗ് വേണം നമ്മൾ കേക്ക് ചെയ്യാനായിട്ട് എടുക്കാൻ. ഇപ്പം 12 എഗ്ഗും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടില്ല, 1/4 ടീസ്പൂണ് കുറച്ച് താഴെയാണ് എടുത്തിരിക്കുന്നത് ഉപ്പ്, 3 ടീസ്പൂൺ വാനില എസൻസ് ഇത്രയും ചേർത്ത് ഇലക്ട്രിക് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. എഗ്ഗ് ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2.5 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ പഞ്ചസാര മൊത്തം ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്ത് നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നത് ഓയിലും ബട്ടറും കൂടി ചേർത്തിട്ടാണ്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/4 കപ്പ് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ മൊത്തം 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തൊന്ന് ബീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് ബട്ടർ മാത്രമായിട്ട് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 3/4 കപ്പ് റിഫൈൻഡ് ഓയിൽ മാത്രമായിട്ട് എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് റൈസ് ബ്രാൻഡ് ഓയിലാണ്. അങ്ങനെ ഓയിൽ മൊത്തം ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് സ്പാച്ചുല കൊണ്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ്, വാനില, സ്ട്രോബെറി ഈ 3 ഫ്ലേവറിലുള്ള കേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ കേക്ക് ബാറ്റർ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പം ഞാൻ ഒരേ അളവിൽ തന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 2 പാത്രത്തിലിരിക്കുന്ന കേക്ക് ബാറ്റർ നമുക്ക് സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒന്ന് അടച്ച് വയ്ക്കണേ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് വാനില കേക്കാണ്. കേക്ക് ബാറ്റർ കുറച്ചുകൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ വിനേഗർ കൂടെ ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം.
ഇനി ഇത് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച 2 കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് 2 കേക്ക് ടിന് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റഡ് ഓവനിൽ 150 ഡിഗ്രിയിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ നമ്മുടെ വാനില കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്വയർ കൊണ്ടൊന്ന് കുത്തി നോക്കിയപ്പോൾ നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം കേക്ക് ടിന്നിൽ നിന്ന് മാറ്റി വയ്ക്കണം. വാനില കേക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം കേക്ക് ടിന്നിൽ നിന്ന് മാറ്റി സെയിം കേക്ക് ടിന്നെ തന്നെ ബട്ടർ പേപ്പർ ഇട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് സ്ട്രോബെറി കേക്കാണ്. അതിനുവേണ്ടി ഞാൻ മലാസിൻ്റെ സ്ട്രോബെറി ക്രഷ് എടുത്തിട്ടുണ്ട്. ഇത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 192 രൂപയാണ്. ഇത് ഓൺലൈനിലും വാങ്ങാനായിട്ട് കിട്ടും. ഇനി ഇതല്ല, നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് സ്ട്രോബെറി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നതിൽ ഒരു കേക്ക് ബാറ്റർ എടുത്ത് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ക്രഷ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കുറച്ച് കളറിന് വേണ്ടിയിട്ട് ടൈഗറിൻ്റെ സ്ട്രോബെറി മിക്സ് 2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. നേരത്തെ വാനില കേക്ക് ചെയ്തതുപോലെ തന്നെ 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റഡ് ഓവനിൽ 150 ഡിഗ്രിയിൽ 15 മിനിറ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഇപ്പം നമ്മുടെ സ്ട്രോബെറി കേക്ക് നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ചോക്ലേറ്റ് കേക്കാണ്. ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നതിൽ 3ാമത്തെ കേക്ക് ബാറ്ററാണ്. ഇതിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുക്കാം. ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്ത് 5 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം കേക്ക് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഞാൻ 1/2 ടീസ്പൂൺ വിനേഗർ കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തത്. സ്ട്രോബെറി കേക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം കേക്ക് ടിന്നിൽ നിന്ന് മാറ്റി സെയിം കേക്ക് ടിന്ന് ബട്ടർ പേപ്പർ ഇട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 2 കേക്ക് ടിന്നിലേക്കും കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതും മറ്റ് 2 കേക്കുകൾ ചെയ്ത പോലെ തന്നെ 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റഡ് ഓവനിൽ 150 ഡിഗ്രിയിൽ 15 മിനിറ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുത്ത ശേഷം ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ 3 ഫ്ലേവറിലുള്ള കേക്കും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. സ്ട്രോബെറി, വാനില ആൻഡ് ചോക്ലേറ്റ്. 3 ഫ്ലേവറിലുള്ള കേക്കും നല്ലപോലെ ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. കേക്ക് ചൂടാറുന്ന സമയം കൊണ്ട് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 3.5 കപ്പ് വിപ്പിംഗ് ക്രീം ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് 3 ഫ്ലേവറിലുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ ഈ വിപ്പിംഗ് ക്രീം 3ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 2 ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള കേക്കിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗനാഷ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ ഡാർക്ക് കോമ്പൗണ്ടിലേക്ക് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കി ഒഴിച്ചതാണ്. ഗനാഷ് റെഡിയാക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നമ്മുടെ ത്രെഡ് വർക്ക് കേക്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരുന്ന ക്രീമിൻ്റെ ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗനാഷ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു ബൗളിലിരിക്കുന്ന ക്രീമിലേക്ക് നമുക്ക് സ്ട്രോബെറി ഫ്ലേവർ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ടൈഗറിൻ്റെ സ്ട്രോബെറി മിക്സ് ഉണ്ടല്ലോ, അത് ഒരു 3-4 ഡ്രോപ്സ് ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ സ്ട്രോബെറി ഫ്ലേവറിലുള്ള ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി ഒരു ബൗളിലിരിക്കുന്ന ക്രീമിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ 3 ഫ്ലേവർ ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ 3 ഫ്ലേവറിലുള്ള ക്രീമും അരമണിക്കൂർ ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. പിന്നെ ഞാനിവിടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കി ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. 3/4 കപ്പ് ഷുഗറിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് ആറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നതാണ് ഷുഗർ സിറപ്പ്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ടേൺ ടേബിൾ എടുത്ത് അതിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ വെച്ച് കൊടുക്കുന്നത് ചോക്ലേറ്റ് കേക്കാണ്. അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ക്രീം കുറച്ച് കേക്ക് ബോർഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുകയാണ്. ഷുഗർ സിറപ്പ് ഞാനൊരു ബോട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീമിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ആക്കി വെച്ചിരുന്ന ഗനാഷ് 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് ഐസിങ് നൈഫ് വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയറായിട്ട് സ്ട്രോബെറി കേക്ക് വെച്ച് കൊടുക്കുകയാണ്. സ്ട്രോബെറി കേക്കും ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ആക്കി വെച്ചിരുന്ന സ്ട്രോബെറി ഫ്ലേവറിൻ്റെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്രീമിൻ്റെ മുകളിലായിട്ട് 2 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ക്രഷ് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇനി ഇതിൻ്റെ മുകളിൽ വാനില കേക്ക് വെച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തെടുക്കാം. ഇനി കേക്കിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ച് കേക്ക് മൊത്തം കവർ ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി സ്ക്രാപ്പർ വെച്ച് കേക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ കേക്ക് ഞാൻ ഒരുവിധം നല്ലതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കേക്ക് തണുക്കാനായിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. ഈ കേക്ക് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് സെക്കൻഡ് കേക്ക് ഐസിങ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ കേക്കും ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കേക്ക് ചെയ്ത പോലെ തന്നെ 3 ഫ്ലേവേഴ്സുള്ള കേക്കിൻ്റെ ലെയേഴ്സൊക്കെ വെച്ചിട്ട് സെയിം രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീഡിയോ ലെങ്തി ആവുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാഞ്ഞത്. അപ്പോൾ ഈ കേക്കും തണുക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കണം. നമ്മൾ ഈ കേക്കിൽ ഗനാഷ് വർക്കാണ് ചെയ്യുന്നത്. ഗനാഷ് വർക്ക് അല്ല എന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ 2 കേക്കും 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുത്തിട്ട് വേണം ഗനാഷ് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ കേക്കും കൂടി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഞാനിപ്പം വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് വൈറ്റ് ചോക്ലേറ്റും 2 കപ്പ് വിപ്പിംഗ് ക്രീമുമാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒരു 5 ടേബിൾ സ്പൂൺ ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷിന് വേണ്ടിയിട്ട് 3 സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റും 3 സ്പൂൺ വിപ്പിംഗ് ക്രീമുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗനാഷ് ചെയ്തതും ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. കേക്കിന് കൂടുതൽ കളർ വൈറ്റ് മതിയെന്നുണ്ടെങ്കിൽ വലിയ ബൗളിലെടുക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് തന്നെ ചേർത്താൽ മതിയാകും. ഞാനിപ്പം ചെയ്യുന്നത് ഒരു സ്ട്രോബെറി കളറാണ്. അതുകൊണ്ട് തന്നെ ടൈഗറിൻ്റെ സ്ട്രോബെറി മിക്സ് കുറച്ച് ഡ്രോപ്സ് വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ 3 കളറിലുള്ള ഗനാഷും ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇനി തണുത്തിരിക്കുന്ന 2 കേക്കിലേക്കും ചെറിയ ചൂടുള്ള ഗനാഷ് ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കേക്ക് ഫ്രിഡ്ജിൽ നിന്നും എടുക്കാം. ആദ്യം ഐസിങ് ചെയ്ത കേക്കിൻ്റെ മുകളിലേക്കാണ് ആദ്യം ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. എക്സസ് ആയിട്ടുള്ള ഗനാഷ് വീഴാൻ വേണ്ടിയിട്ട് ഞാൻ അടിയിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ഐസിങ് ബാഗിലാക്കി ഒരു ഡിസൈൻ പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഡിസൈനൊക്കെ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഇനി നല്ലൊരു ഡിസൈൻ പോലെ ആകാനായിട്ട് ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് 2 ടയർ കേക്കാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ അടുത്ത കേക്ക് വെക്കണം. അതുകൊണ്ട് ഈ കേക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം എന്നില്ല, ഗനാഷ് മാത്രം ഒഴിച്ചു കൊടുത്താലും മതിയാകും. ഞാനിപ്പോൾ ഇങ്ങനെ ഡിസൈൻ ചെയ്തേ ഉള്ളൂ. സൈഡ്സിലും സെയിം രീതിയിൽ തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഈ കേക്കിൻ്റെ മുകളിൽ അടുത്ത കേക്ക് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അടിയിൽ വെക്കുന്ന ഈ കേക്ക് ഉണ്ടല്ലോ, ഇതങ്ങ് താഴ്ന്നു പോകും. ഒന്നാമത് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്. അപ്പോൾ അങ്ങനെ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കേക്കിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ട്രോ വെച്ച് കൊടുക്കണം. ഇങ്ങനത്തെ സ്ട്രോ നമ്മൾ ബേക്കിംഗ് ടൂൾസൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ വാങ്ങാനായിട്ട് കിട്ടും. ഇത് നമ്മൾ അടിയിലിരിക്കുന്ന കേക്കിൻ്റെ സെയിം ഹൈറ്റിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ സ്ട്രോ ഇല്ലയെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഉണ്ടല്ലോ, അത് ഈ അടിയിലിരിക്കുന്ന കേക്കിൻ്റെ ഹൈറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ട് വെച്ചാലും മതിയാകും. ഇനി ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വൃത്തിയുള്ള ഈർക്കിലെടുത്താലും മതിയാകും. നമുക്ക് സ്ട്രോ പിന്നെ വെച്ച് കൊടുത്താൽ മതി. അതിന് മുന്നേ ഈ കേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത് സെക്കൻഡ് കേക്കും സെയിം രീതിയിൽ തന്നെ ഗനാഷ് വർക്ക് ചെയ്തെടുക്കാം. ടൂത്ത് പിക്ക് വെച്ച് വരച്ചു കൊടുത്തൊന്ന് ഡിസൈൻ ചെയ്യാം. കേക്ക് ബോർഡ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയ ശേഷം കേക്കൊന്ന് സെറ്റ് ആവാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇനി നമ്മളുടെ 2 കേക്കും 2 ടയർ കേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിൽ ഞാൻ കുറച്ചുകൂടി വലിയൊരു കേക്ക് ബോർഡ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ കേക്ക് ബോർഡ് മാറ്റണം എന്നില്ല. അടിയിലിരിക്കുന്ന കേക്കിന് ഇപ്പോൾ വെച്ചിരിക്കുന്ന കേക്ക് ബോർഡ് ആയാലും മതി. പിന്നെ ഞാൻ കുറച്ചും കൂടി വലിയൊരു കേക്ക് ബോർഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റിയതാണ്. ഈ എടുത്തിരിക്കുന്ന കേക്ക് ബോർഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് കേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ച് വേണം വെക്കാൻ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച സ്ട്രോ ഉണ്ടല്ലോ, അത് ഒരേ സൈസിൽ 3 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടിയിൽ വെക്കുന്ന കേക്കിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഈ 3 സ്ട്രോയും നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. സ്ട്രോ ഇറക്കി വെച്ച് കൊടുക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അതൊന്ന് മിസ്സായി പോയിട്ടുണ്ട്. കുഴപ്പമില്ല, താഴത്തെ കേക്കിൻ്റെ സെയിം ഹൈറ്റിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഒന്ന് കുത്തി ഇറക്കി വെച്ച് കൊടുത്താൽ മതിയാകും. മുകളിലത്തെ കേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് നമ്മൾ ഗനാഷ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് വെക്കുകയാണല്ലോ, അപ്പോൾ ഈ ഡിസൈനൊക്കെ പോകാതെ നോക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിൽ ഐസിങ് ചെയ്തതിന് ശേഷം കേക്ക് ഇങ്ങനെ 2 ടയർ ആക്കിയിട്ട് ഗനാഷ് വർക്ക് പിന്നെ ചെയ്താൽ മതിയാകും. പിന്നെ നമ്മൾ സെക്കൻഡ് കേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പം കറക്റ്റ് സെൻട്രൽ ഭാഗത്ത് തന്നെയാണോ വെച്ച് കൊടുക്കുന്നതെന്നും കൂടെ ശ്രദ്ധിക്കണം. ഇനി കേക്കിന് ബോർഡർ വരയ്ക്കാനായിട്ട് ഐസിങ് ബാഗിൽ വൈറ്റ് വിപ്പിംഗ് ക്രീം ആക്കിയിട്ടുണ്ട്. സ്റ്റാർ നോസിലാണ് ഡിസൈൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെ നടുക്ക് ഭാഗത്തായിട്ടും അടിയിലും ഞാനൊന്ന് ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഈ കേക്കിൽ ഞാൻ പേര് എഴുതിയല്ല കൊടുക്കുന്നത്.
ഇതേപോലുള്ളൊരു മോൾഡ് എടുത്ത് അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുകയാണ്. എനിക്ക് ആവശ്യമുള്ള ലെറ്റേഴ്സിൻ്റെ ഭാഗത്ത് മാത്രമേ ഞാൻ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റൊക്കെ മാറ്റി ഫ്രിഡ്ജിലേക്കൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി കേക്കിൻ്റെ മുകളിലൊന്ന് ഡിസൈൻ ചെയ്യാനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്ത് ഒന്ന് ഡിസൈൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഷീറ്റ് നമുക്ക് ബേക്കിംഗ് ടൂൾസൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ അവൈലബിൾ ആണ്. ചോക്ലേറ്റ് ഈ ഷീറ്റിലേക്ക് ഒഴിച്ച് ഐസിങ് നൈഫ് വെച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെ വേണം നമ്മൾ ലെവൽ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് ഒടിഞ്ഞു പോകും. ഇത് ജസ്റ്റ് ഒന്ന് തണുത്ത ശേഷം സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇതൊരുപാട് തണുത്താലുണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് കട്ടിയായി പോകും, പിന്നെ നമുക്ക് ലെവൽ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. ഇതൊന്ന് ജസ്റ്റ് തണുത്ത ശേഷം ഇതിൻ്റെ 4 സൈഡ്സും ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നീളത്തിലൊന്ന് വരഞ്ഞ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി മടക്കി ചുരുട്ടിയെടുത്ത് റബ്ബർ ബാൻഡ് ഇട്ട ശേഷം ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇത് ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചതാണ്, കുറച്ച് ലെങ്തി ആവുന്നുണ്ട് നമ്മുടെ വീഡിയോ. കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണ്. നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരുന്ന ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കേക്കിൻ്റെ മുകളിൽ ഒരെണ്ണം വെച്ച് കൊടുക്കുകയാണ്. സ്ട്രോബെറി ഫ്ലേവർ വാഫറും 2 വെച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കേക്കിൻ്റെ ബോർഡേഴ്സ് വരച്ച സെയിം നോസിൽ വെച്ച് തന്നെ മുകളിലത്തെ കേക്കിൻ്റെ ബോർഡർ ഞാനൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കിൻ്റെ സൈഡ്സിൽ മുകളിൽ ഞാൻ കുറച്ച് സിൽവർ ഷുഗർ ബാൾസ് ഇട്ട് കൊടുക്കുകയാണ്. കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി നേരത്തെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ലെറ്റേഴ്സ് ഉണ്ടല്ലോ അതെടുത്ത് ഡിയർ സൺ എന്ന് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ നിയോപോളിറ്റൻ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എൻ്റെ മോൻ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് കാണുക. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയ കേക്ക് കട്ടിങ്ങൊക്കെ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.